ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടിയിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. മാസ്ക് ഇട്ടാൽ ഒന്നും കേൾക്കത്തില്ല. ഞങ്ങൾ ഇതുകൊണ്ട് 2 പേര് കടിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ നടക്കുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ആൾ എന്തിനാ നടക്കുന്നത്, ഞങ്ങളുടെ ഒപ്പം നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. പറ, എന്തിനാ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാവിലെ കഷ്ടപ്പെട്ട് നടക്കുന്നത്? വേറെ തടി കുറയ്ക്കാൻ വേണ്ടി കമ്പനിക്ക്. ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഇത്രയും ഇൻസ്പിറേഷനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കട്ടക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാലേ ഭയങ്കര അല്ലേ. ഇനി ശരീരത്തിന്റെ അല്പം പോലും ബാക്കിയില്ല. പക്ഷെ എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം കൂടെ ഈ ശരീരത്തിൽ നിന്ന് ഇറച്ചി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം വളരെ പ്രയാസമാണ്. ആ ചങ്ങയാണ് ഞങ്ങളുടെ കൂടെ നടക്കാൻ ലക്ഷ്യം. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ ആകട്ടാവാൻ വന്നെന്ന് ഇരിക്കത്തില്ല. നാളെ വരും അല്ലേ. നമ്മുടെ നടത്തത്തിന് സ്പീഡ് വളരെ കുറവാണ്. ഇങ്ങനെ നടന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് ഗൈസ്, വീണ്ടും നമ്മൾ നടത്തത്തിലേ അങ്ങ് പോവാ. നിങ്ങൾ നടക്കുക, ഞങ്ങളെ ബാക്ക് കാണിക്കുക. ഫ്രണ്ട്സ്, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് നേരമായി എടാ കുറച്ച് നടക്കും പിന്നെ മുടമ്പൂലേ. എന്താ ഉണ്ടോ? ഇതതിൻ്റെ പൂർണ്ണ വളർച്ചയോ ക്ലോസിൻ്റെ ഇങ്ങോട്ട് വലുതാവില്ല. എടാ ഇങ്ങോട്ട് പോന്നോട്ടെ. അതിനെന്താ, കാലിലെന്താ പറ്റിയിട്ടുണ്ട്? അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നു. അവൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. നമ്മുടെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. കാല് ഇതായിപ്പോയതാ, മുറിഞ്ഞ്. ഇല്ലല്ല, ചെറിയ എന്തോ ഒരു നടക്കിയത്. ഞാൻ നടക്കുന്നുണ്ട്. ഇത് വരണ്ടേ? അപ്പോൾ ഇപ്പം വരുന്നില്ല ഒന്ന്. അല്ല, ഓരോ കൊടുത്തിട്ടാ അതാ അവരുണ്ട്. ഇതിപ്പോ ഓരോ കൊടുത്തിലാണ് നമ്മളെ കൊടുത്തിലാണ് വരേണ്ടതെന്നുള്ള കൺഫ്യൂഷനാ. ക്യാമറ കേട്ടിട്ടാണ് പിടിച്ചൊക്കെ വരണേ. അവിടുത്തെ ഇതിനൊരു കമ്പനിയായി. ആ വരുന്നുണ്ട്. എന്താണ് ഒരു മൃഗസ്നേഹം എല്ലാം സംസാരിക്കും. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ആ എടാ വിളിക്കേണ്ടത് കേൾക്കേണ്ടത് വിളിച്ചിട്ട് ഇതാവും. ഒരാൾ പേടിച്ച്. ഇത് വേറെ. പിന്നെ ബാക്കിയുള്ള കാല് കൊണ്ട് നടക്കാനിറങ്ങിയത്. ആ കാല് തൊഴിലാക്കാൻ വേണ്ടി നടക്കാറിറങ്ങിയാന്ന് നിങ്ങളെന്താ പറയുന്നത്? ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ കൂട്ടത്തിൽ പുതിയൊരാൾ കൂടിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളപ്പുറം വിട്ട് പോയിട്ടില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അമലിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നതാ. ആളുടെ കാലിലെന്തോ പറ്റിയിട്ടുണ്ട്. പാവമാണ്. അതിന്റെ വളർച്ചയ്ക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. പല്ലൊക്കെ കറക്റ്റാ. അതുകൊണ്ട് വരുന്നു. അത് കേട്ടിട്ട് വരുന്നുണ്ട് മോനെ. ഇതിപ്പോ എത്ര നേരമായിപ്പോ നമ്മളെ കൊടുത്ത് കൂടിയിട്ട് വഴി കാണിച്ചത് അങ്ങോട്ടാ പോകേണ്ടത്. അവിടെ എന്തെന്നാണല്ലേ. ആ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകണോന്നൊക്കെ. ഇത് കൂടുതൽ കൂടിയിട്ട് കുറെ നേരം ഇതുവരെ പോയിട്ടില്ല.
കടിക്കരുത്. ആർക്കറിയാം ഇതെന്തെന്നാണത്? ആർക്കറിയാം, ഞങ്ങളെ കടിച്ചില്ല എന്താ പറയാ. ഇത് കൊറേ അടിപൊളി തോന്നുന്നു. ഇത് ഞങ്ങളെ കൊണ്ടുപോകണോ? ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. എടാ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിന്റെ കൂടെ കാർട്ടൂൺ അവരെ പേടിക്കല്ല അവരെ. ഇത് വന്നിട്ട് മറ്റേ മേത്ത കുട്ടികളെ വേറെ ഒന്നും ഉണ്ടോ അവിടെ? അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കും നമ്മളെ കുറച്ച് ഓടിയിട്ട്. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് ആള് കൂടെ ഉണ്ട്. അമലിനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടുണ്ടോ തോന്നുന്നു. അതിന്റെ ശരീരം കണ്ട് ചുളിയുണ്ട് അവിടെ. ഇത് പോകുന്ന ലക്ഷണമൊന്നുമില്ലല്ലോടാ. അമലെ ഇത് പോകും. നാടൻ കഴിപ്പില്ലേ, പാവം ഉണ്ടാവില്ലേ? തലമുടി നാടൻ മിക്കവാറും വരുന്ന കൊണ്ടുപോകേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിട്ട് പോകുന്നില്ല. മൂത്രമൊഴിച്ച് വരുന്നുണ്ട്. അതിനെ തിരിച്ചുള്ള വഴി നമുക്ക് സെറ്റാക്കി വയ്ക്കാം. അതിനറിയില്ല, വഴി അറിയില്ല. നായ്ക്കൾ അങ്ങനെയാ, മൂത്രമൊഴിച്ച് പോവുക. അതിന്റെ സ്മെല്ലിട്ട് വരുമ്പോ അപ്പൊ അത് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ അതിന്. അതെ, തിരിച്ചു പോകണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, അതിന്റെ ഒരു പതിവാണത്. തിരിച്ചു പോവാണെങ്കിൽ അത്രയും പെട്ടെന്ന് വഴി കാച്ചോ. നമ്മൾ ചെയ്തോളൂ. എടാ ഇതേതാ ദിവസം ഞങ്ങൾ കൂടെ വരും. ഞങ്ങൾ നമ്മുടെ കൂടെ കുറെ പേരെ നിങ്ങൾ നല്ല തീരുമാനമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ടീംസ് മൊത്തം നമ്മളെ കൂടി. വരുന്ന ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. തള്ളുന്ന കാട്ടിലേക്ക്. ഫ്രണ്ട്സ്, 1 കിലോമീറ്ററിന് അപ്പുറത്തോളം നമ്മളെ കൂടെ ഈ നായുണ്ട് കേട്ടോ. ഇത് നമ്മളെ കൂട്ടത്തിൽ കുറെ നേരമായി കൂടിയിട്ട്. എന്തെന്നാണത്? എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം വല്ല എല്ലും കഷ്ണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആ കയ്യുള്ള ഗോപ്രം പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. അതെന്ത് മേടിച്ചെടുക്കാൻ പറയാ? ഇത്രയും ദൂരം എൻ്റെ കൂടെ വന്നല്ലേ കമ്പനിക്ക്. ഞാൻ പേസ് എടുത്തില്ലടാ. ഓ, അല്ലെങ്കിൽ പോയി ഒരു രണ്ട് ബിസ്ക്കറ്റ് മറ്റേ പടത്തിൻ്റെ അകത്തുള്ള 2 ബിസ്ക്കറ്റ് ഇട്ട് പുള്ളിക്കാരൻ പൊക്കോളൂ. അതിനെ കൊടുക്കുന്ന പൈസ എടുത്തില്ല. പേഴ്സ് വണ്ടിയിൽ വെച്ച് എടാ ആരെങ്കിലും 5 രൂപയുണ്ട് മറ്റേ ടൈഗർ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കടാ. എന്നാ പിന്നെ അവിടെ ആ കാലത്ത് ഈ ഒരു ഇറച്ചി കഷ്ണം കണ്ടു കഴിഞ്ഞാലറിയാം അത്യാവശ്യം ഉണ്ടെന്നുള്ളത്. എനിക്കല്ല, ഞാൻ തുണി എടുത്ത് അതുകൊണ്ടല്ലേ ഞാൻ തുണി എടുത്തിരിക്കുന്നത്. ഒരു മതിയായി തോന്നുന്നു. നമ്മള് ബൈക്ക് കയറി പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും മറ്റേ മുകളിൽ കുത്തിരിക്കും. ഫ്രണ്ട്സ്, ഇതിപ്പം ഒരുപാട് നേരമായി ഈ നായ ഞങ്ങളുടെ ചേച്ചി നായ പഗ്ഗിൻ്റെതായ ക്രോസ് ആയതുകൊണ്ട് കടിക്കൂല അല്ലേ? പഗ്ഗിന്റെ ക്രോസോ? പഗ്ഗിന്റെ ക്രോസാണ് അത്. അതിന്റെ ഇത് നോക്കി പിന്നെ പഗ്ഗിന്റെ അതിന്റെ ക്രോസാണ്.
ഈ വയ്യൊക്കെ പോയ വളവാട്ട് വണ്ടി കയറി ഈ വയ്യാത്ത കാലം വെച്ചിട്ട് അവിടെ ഇരുന്നു നല്ല ആര് അയ്യോ ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് അവിടെ? 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ. എൻ്റെ അമ്മ നായകൾ കൂടിയിട്ടുണ്ടല്ലോ. പ്രശ്നമാവോ പോയി വെറുതെ വിളിച്ചു വരുത്തിട്ട് അവിടെ നോട്ട് നായ്ക്കളെ കണ്ടിട്ട് അവിടെ നിൽക്കണ്. ഇപ്പം വിളിച്ചു വരുത്തി അതൊരു മൈൻഡ് മാറിയിട്ട് അവിടെ നിന്നതായിരുന്നു. ശരിക്കും പറഞ്ഞ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വരുന്നു വരന് വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വരന്റെ വീട്ടിലൊരു നായ ഉണ്ടല്ലേ, കൊമ്മേറി. ഒരേ വീട്ടിലിട്ട് വളർത്തറ ഒരു പൊമേറിയുടെ ഒരു പഗ്ഗിന്റെ ക്രോസ്. ആക്രമിക്കരുത്, നമ്മൾ ഇതുവരെ ഒരുമിച്ച് നടന്നു തന്നതാണ്. ചേച്ചി ഒക്കോട്ടെ, എന്നാ മാറി കൊടുക്ക്. അതിനെ ഇവിടെ ഉപയോഗിച്ച് പോയാൽ നാളെ കൂടെ നടക്കാനും പറ്റൂല. നീ പട്ടിനെ ഉപയോഗിച്ച് പോയിട്ട് ഇനി നീ ക്യാമറ കണ്ടിട്ട് വല്ലതും ആണോ പുറകെ വരുന്നത്? പാവല്ലേ ബിസ്ക്കറ്റ് എടുത്തിട്ട് ബിസ്ക്കറ്റ് ഇടാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടാ, ഞാൻ എടുത്തില്ല. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും എടുക്കും, ആകെപ്പടെ ഈ ഗോപ്രോ മാത്രം എടുക്കും. ഞാനും പേഴ്സ് എടുത്തില്ലേ വീട്ടിൽ നിന്ന്. ഇല്ല, അതങ്ങ് പോരാട്ടാ. ഇതിനെ കൊണ്ടുപോകലേ. ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നമ്മളീ നായയെ വിളിച്ച് പൊക്കോണ്ടിരിക്കുകയാണെന്നാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ വരിക, ഇത് നിൽക്കുന്നില്ല, ഇങ്ങ് പോരുക ചെയ്യുന്നു. എന്താണ് ഇവന് നമ്മുടെ 3 പേരുടെ കാല് നോട്ടം വെച്ചിട്ട് നടക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആരെ കാലാന്ന് ഇതുവരെ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. വരുണ്ട കാലോട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നുള്ളത് അമലിന്റെ കാല്. എന്തായാലും നിങ്ങളെ കാലിലെ കടിക്കുള്ളൂ. അടിപൊളി. നോക്കിയേക്കണം. ഇതിപ്പോ എന്താടാ ചെയ്യാ? എടാ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ ബൈക്ക് കയറി പോവും. നീ ഇങ്ങനെ നടന്ന് വയ്യാത്ത കാലം വെച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ല. അസുഖത്തിൻ്റെ ഒന്നുമല്ല. എന്തിന് നമ്മളെ കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. എന്തായാലും വ്ളോഗിനുള്ളതായി. പക്ഷെ ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പേ ഇവിടെ കണ്ടതിനെ കൊറേല്ലേ വീടൊക്കെ ആസ്വദിച്ച് വന്നില്ലേ? ഇപ്പൊ ഫുള്ള് നായ്ക്കളഞ്ഞാണുള്ളത്. കടിക്കരുത്, ഉപദ്രവിക്കരുത്. അല്ല വേറെ രണ്ടെണ്ണം ഉണ്ടോ അവിടെ? തീരുമാനം എവിടെ വിളിച്ചു വലിയൊരു നായ തക്കും. അത് മൂളിനൊക്കെ ഉണ്ടോ? മൂളുന്നുണ്ട്. കടിക്കരുത്, ഇത് പേടിയാ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇവിടെ വേറെ പല നായ്ക്കളുണ്ട്. എന്താ നായനെ കാണുമ്പോൾ അവിടെ നിൽക്കുന്നു. നമ്മള് ഈ നായ്ക്കളെ കരുണ്ട് നമ്മള് ചവിട്ടും. അതിനെ സംശയം മറ്റേ നാടനെയാ ഇവിടെ കൂടുതലുള്ളതാണ് സംശയം. അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് കടിച്ചിട്ടുണ്ടാവും. ഇവരെ നായിയാണോ? ഇനിയിപ്പോ ഞാൻ പോയി കടിച്ചാ പ്രശ്നമാകുമ്പോ എന്നോട് ചോദിക്കാം അതെങ്ങനെ മനസ്സിലായത്? ഈ നായി അതുകൊണ്ട് നമ്മുടെ സ്ഥലം എത്തി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മള് വണ്ടി നിർത്തിയിട്ട സ്ഥലം എത്തി. കാല് തട്ടിയല്ലോടാ. ഇവിടെ വന്നിട്ട് വീണ പൂച്ച കച്ചവടം കണ്ടാലും ഓക്കെ. ഇവിടെ
ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ പോകൂല. എടാ ചുമ്മാ നടക്കുക, കടിക്കത്തൊന്നുമില്ല. നമ്മുടെ വണ്ടി എത്തി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അടിപൊളി. എടാ പാഞ്ഞൊക്കെ വരുന്നതറാ. എല്ലാരും വിളിച്ച വണ്ടി എടുക്കടാ. ഒരു മിനിറ്റ് നിക്ക്. എടാ പോലെ അത് പിന്നെ കൈ കൊടുക്കും. എനിക്ക് ഒരു കല്ലെടുത്തോ. ഇത് പിടിക്ക്, ഈ ക്യാപ്പ് പിടിക്ക്. ഞാൻ അറിയാം. ഒരു കല്ലെടുത്തരി. ആ ടീമിനെ മൊത്തം വിളിച്ചതാ, മനസ്സിലായോ? കല്ലിവിടെ ഒരു കല്ല് കാണുന്നില്ലല്ലോടാ. ഞങ്ങൾക്ക് തിരിച്ചു പോരാനുള്ള സമയം. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് വേറെ ഒരുപാട് നായകൾ അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി റൈസൊക്കെ ഒന്ന് കൂട്ടി ആ നായ്ക്കളെയൊക്കെ ഒന്ന് ഓടിച്ച് ശേഷം ഈ പുള്ളിക്കാരൻ ഈ നായ വേറൊരു വഴിക്ക് പോയി. എന്തായാലും ഒരുപാട് നേരം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ല നൈസായിട്ട് അങ്ങ് പോയി. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ടാണ്. വണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിട്ടുള്ള നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് ഒരു സമയം പോയതോ അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു നീങ്ങിയതോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ